निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം രണ്ടാമത്തെ അധ്യായം. ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു. ശ്ലോകം 2 മുതൽ 6 വരെ വായിക്കാം. കസ്തം ചരാചര ഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദേഷ്ടി ജഗതോ ദൈവതം മഹത്. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ ജാമാതോ ശശുരസ്യ ച വിദ്വേഷസ്തു യത പ്രാണാം തത്യജേദുസ്ത്യജാൻ സതി. മൈത്രേയ ഉവാച. പുരാ വിശ്വാസൃജാൻ സത്രേ സമേതാ പരമർഷയഃ തഥാമരഗണാ സർവേ സാനുഗാ മുനയോഗ്നയഃ. തത്ര പ്രവിഷ്ടം ഋഷയോ ദൃഷ്ട്വാർക്കാമിവ രോചിഷാ ഭ്രാജമാനം വിതിമിരം കുർവന്തം തന്മഹത്സദഃ. ഉദതിഷ്ഠൻ സദസ്യാസ്തേ സ്വദിഷ്ണേഭ്യഃ സഹാനയഃ ഹൃദേ വിരിഞ്ചം സർവം ച തദ്ഭാസാക്ഷിപ്തചേതസഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. വിഷ്ണുപ്രിയ മാതാജി വായിച്ചോളൂ. ആയിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. കസ്തം ചരാചര ഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. വിവർത്തനം. മഹാദേവൻ ലോകത്തിന്റെ മുഴുവൻ ആത്മീയ ഗുരുവും എല്ലാവിധ ശത്രുക്കളിൽ നിന്ന് മുക്തനും സദാ തന്നിൽ തന്നെ സംതൃപ്തനായിരിക്കുന്ന പ്രശാന്ത വ്യക്തിത്വവുമാകുന്നു. ദേവന്മാരിൽ ഏറ്റവും മഹാൻ അദ്ദേഹമാണ്. അത്തരം മംഗളകാരിയായ ഒരു വ്യക്തിത്വത്തിന് നേരെ ശത്രുത പുലർത്താൻ ദക്ഷന് എങ്ങനെ സാധിക്കും? ശ്ലോകം 3. ഏതദഖ്യാഹി മേ ബ്രഹ്മൻ ജാമാതു ശശുരസ്യ ച വിദ്വേഷസ്തു യദ പ്രാണാം സത്യജേ ദുസ്തജാൻ സതി. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട മൈത്രേയ, ഒരുവന് അവന്റെ ജീവൻ വേർപെടുത്തുക ദുഷ്കരമാണ്. സതിയെപ്പോലെ മഹതിയായൊരു ദേവതയ്ക്ക് സ്വന്തം ജീവൻ ഉപേക്ഷിക്കാൻ കഴിയും വിധം അവിധത്തിലുള്ളൊരു ജാമാതാവും ശശുരനും തമ്മിൽ അത്രയ്ക്ക് ഘോരമായ കലഹം എങ്ങനെ ഉണ്ടായെന്ന് ദയവായി എനിക്ക് വിശദീകരിച്ച് തരാമോ? ശ്ലോകം 4. മൈത്രേയോ വാച. പുരാ വിശ്വസൃജാം സത്രേ സമേതാ പരമർഷയഃ തഥാമരഗണാ സർവേ സാനുഗാ മുനയോഗ്നയഃ. വിവർത്തനം. മുനി മൈത്രേയൻ പറഞ്ഞു, മുമ്പൊരു കാലത്ത് ലോകത്തിന്റെ സൃഷ്ടിയുടെ നേതാക്കൾ ഒരു മഹായാഗം നടത്തുകയും അതിൽ പങ്കെടുക്കാൻ മഹാമുനിമാരും ദാർശനികരും ദേവന്മാരും അഗ്നിദേവന്മാരും സമ്മേളിക്കുകയും ചെയ്തു. ശ്ലോകം 5. തത്ര പ്രവൃഷ്ടം ഋഷയോ ദൃഷ്ട്വാർക്കമിവ രോചിഷാ വ്രാജമാനം വിധിമിരം കുർവന്തം തന്മഹൽസദഃ. വിവർത്തനം. പ്രജാപതിമാരുടെ നേതാവ് ദക്ഷൻ സദസ്സിൽ പ്രവേശിച്ചപ്പോൾ അവന്റെ സൂര്യ തേജസ്സിന് സമാനമായ
ഉജ്ജ്വല ശരീരദീപ്തിയാൽ സദസ്സാകെ പ്രകാശമാനമാവുകയും അവിടെ കൂടിയിരുന്ന മഹത് വ്യക്തികളൊക്കെയും നിഷ്പ്രഭരായി തീരുകയും ചെയ്തു. ശ്ലോകം 6. ഉദദിഷ്ടൻ സദസ്യാസ്തേ സ്വദിഷ്ണേഭ്യഃ സഹാഗ്നയഃ ഹൃദേ വിരിഞ്ചം ശർവം ച തദ്ഭാസാക്ഷിപ്തതേജസഃ. വിവർത്തനം: അവന്റെ ശരീരത്തിന്റെ ഉജ്ജ്വല തേജസ്സിന്റെ സ്വാധീനത്താൽ ബ്രഹ്മാവും ശിവനും ഒഴികെ ആ മഹാസദസ്സിൽ ഉണ്ടായിരുന്ന അഗ്നിദേവന്മാരും മറ്റുള്ളവരും ദക്ഷനോട് ആദരവ് പ്രകടിപ്പിച്ച് അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു വിഷ്ണുപ്രിയ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ വിദുരന് മൈത്രേയ മഹർഷി മനുവിന്റെ 3 പുത്രിമാരുടെ വംശാവലി പറയുന്ന കൂട്ടത്തിൽ അവസാനമായിട്ട് പ്രസൂതിയുടെ വംശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകൂതി, ദേവഹൂതി, പ്രസൂതി. ഇവരിൽ പ്രസൂതിയെ കുറിച്ച് പറഞ്ഞു. പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് ദക്ഷ പ്രജാപതിയായിരുന്നു. ആ ദക്ഷ പ്രജാപതിയിൽ പ്രസൂതിക്ക് 16 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 16 പെൺകുട്ടികളിൽ 13 പെൺകുട്ടികളെ ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 13ാമത്തെ പെൺകുട്ടിയായിട്ടുള്ള മൂർത്തിയുടെ പുത്രനായിട്ടാണ് ഭഗവാൻ നരനാരായണ ഋഷിമാരായിട്ട് അവതരിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രസൂതിയുടെ 14ാമത്തെ പുത്രിയെ കുറിച്ച് പറഞ്ഞു. 14ാമത്തെ പുത്രി സ്വാഹ ആയിരുന്നു. സ്വാഹയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അഗ്നിദേവനായിരുന്നു. അഗ്നിദേവനും സ്വാഹയ്ക്കും 3 പുത്രന്മാർ ഉണ്ടായിരുന്നു. പാവകൻ, പവനൻ, ശുചി എന്ന് പറഞ്ഞ് 3 പുത്രന്മാർ. ആ 3 പുത്രന്മാർക്ക് 45 പുത്രന്മാർ പിന്നീടുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നിദേവന്മാർ ആകെ 49 പേരായിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ 49 അഗ്നിദേവന്മാരാണ് യജ്ഞത്തിൽ സമർപ്പിക്കുന്ന ഹവിസ് സ്വീകരിക്കുന്നത്. ഹവിസ് സ്വീകരിച്ചാണ് അവര് ജീവിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15ാമത്തെ പുത്രി സ്വധയെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത് പിതൃലോകത്തേക്കാണ്. ആ സ്വതയ്ക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. വായുന, ധാരിണി എന്ന് പറഞ്ഞു 2 പുത്രന്മാർ. അവർ വേദവിജ്ഞാനത്തിൽ വളരെ പ്രവീണരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് 1ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 16ാമത്തെ പുത്രിയെ കുറിച്ച്, പ്രസൂതിയുടെ ദക്ഷന്റെയും അവസാനത്തെ പുത്രിയെക്കുറിച്ച്, 16ാമത്തെ പുത്രിയെക്കുറിച്ച്, സതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സതി ആരെയാണ് വിവാഹം ചെയ്തത് എന്നുള്ള കാര്യം 65ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭവസ്യ പത്നീതു സതീം ഭവം ദേവാമനുവ്രത ആത്മനാ സദൃശം പുത്രം നലേഭേ ഗുണശീലത. ആ സതി വളരെ സദ്ഗുണ സമ്പന്നയായിരുന്നു. സതി വിവാഹം ചെയ്തിട്ടുള്ളതും സദ്ഗുണ സമ്പന്നനായിട്ടുള്ള ഭവനെയാണ്, മഹാദേവനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വിദുരർക്ക് മൈത്രേയൻ പറഞ്ഞു കൊടുത്തു, ആ സതി ദക്ഷന്റെ ആക്ഷേപത്താൽ, ദക്ഷൻ മഹാദേവനെ ആക്ഷേപിച്ചതിൽ മനംനൊന്ത് സ്വന്തം ശരീരം വെടിഞ്ഞു, സ്വന്തം യോഗശക്തിയാൽ ശരീരം വെടിഞ്ഞു എന്നുള്ള കാര്യം കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട സമയത്ത് വിദുരർക്ക് വലിയ അത്ഭുതമായി. കാരണം എല്ലാവരും വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. മഹാദേവനാണെങ്കിലും ദക്ഷനാണെങ്കിലും സതിയാണെങ്കിലും ഇവരെല്ലാവരും ലോകത്തിന്റെ ഉയർന്ന നേതാക്കളാണ്. ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ദക്ഷ പ്രജാപതിയും മഹാദേവനും. അവരുടെ സ്വഭാവം വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത്ര വൈരമുണ്ടാകുന്നത്, ഇത്ര ശത്രുതയുണ്ടാകുന്നത്?
ആ വലിയ ശത്രുതയുടെ പേരിൽ സതി എങ്ങനെയാണ് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നത്, അതിന്റെ സാഹചര്യം എന്താണ് എന്ന് കേൾക്കാൻ വിതുരർക്ക് താല്പര്യമുണ്ടായി. വിതുരൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 1-ാമത്തെ ശ്ലോകത്തിൽ വിതുരൻ ചോദിച്ച കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സല വിദ്വേഷം അകരോത്കസ്മാത് അന്യാധൃത്യാത്മജാം സതീം. ഭവേ ശീലവതാം ശ്രേഷ്ഠേ, ആ ഭവനാണെങ്കിൽ, മഹാദേവനാണെങ്കിൽ മാന്യന്മാരിൽ ശ്രേഷ്ഠനാണ്. എല്ലാ സദ്ഗുണങ്ങൾക്കും ഉടമയായിട്ടുള്ള വ്യക്തിയാണ് മഹാദേവൻ. ദക്ഷോ ദുഹിതൃവത്സല, ദക്ഷനാണെങ്കിലോ മകളോട് വളരെയധികം വാത്സല്യമുള്ള വ്യക്തിയാണ്. സതിയോട് വളരെയധികം വാത്സല്യമുള്ള വ്യക്തിയാണ് ദക്ഷൻ. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഇവർ തമ്മിൽ വിദ്വേഷം ഉണ്ടായത്? വിദ്വേഷമകരോത്കസ്മാത് അന്യാധൃത്യാത്മജാം സതി. ആ സ്വന്തം പുത്രിയെ അവഗണിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ, 2-ാമത്തെ ശ്ലോകത്തിൽ വിതുരൻ മഹാദേവനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാദേവന്റെ ക്വാളിറ്റീസ് എടുത്തു പറയുന്നുണ്ട്. കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദേഷ്ടി ജഗതോ ദൈവതം മഹത്. ഇതെല്ലാം മഹാദേവന്റെ സ്വഭാവ സവിശേഷതകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഔന്നത്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കസ്തം ചരാചരഗുരും, ആ മഹാദേവൻ ഭവൻ ആരാണ്? ചരാചര ഗുരുവാണ്. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഗുരുവാണ് എന്ന് പറയും. ഗുരുവിന്റെ ഡ്യൂട്ടി എന്താണ്? ഗുരുവിന്റെ ധർമ്മം എന്താണ്? എല്ലാ ജീവജാലങ്ങളെയും, തന്നെ ആശ്രയിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗുരുവിന്റെ ധർമ്മം. ഭഗവാനെ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി ഗുരുവാകുന്നില്ല എന്ന് ഭാഗവതത്തിൽ പറയും. എല്ലാവരെയും ഭഗവാനിലേക്ക് എത്തിക്കാനാണ് മഹാദേവൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും, മഹാദേവനെ ആശ്രയിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ പിന്നീട് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറിയ കാര്യം നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലെ? അപ്പം മഹാദേവൻ ചരാചര ഗുരുവായിട്ടാണ് ഇവിടെ പറയുന്നത്. കസ്തം ചരാചര ഗുരും നിർവൈരം ശാന്തവിഗ്രഹം. നിർവൈരം ശാന്തവിഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. നിർവൈരം, മഹാദേവന് ആരോടും ശത്രുതയില്ല, ആരോടും ശത്രുത പുലർത്താത്ത വ്യക്തിയാണ് മഹാദേവൻ. എല്ലാവരുടെയും സുഹൃത്തായിട്ടിരിക്കുന്നവനാണ് മഹാദേവൻ. നിർവൈരം ശാന്തവിഗ്രഹം, അദ്ദേഹം പരമശാന്തനാണ്. കാരണം എന്താണ്? എപ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ. ഭഗവാനെ ഭജിക്കുന്നവർക്ക് എപ്പോഴും ശാന്തി ലഭിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. മഹാദേവൻ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മഹാദേവന് പൂർണ്ണ ശാന്തമായിട്ട് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾക്ക് മഹാദേവന്റെ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും, എപ്പോഴും കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതനായിട്ടുള്ള വൈഷ്ണവനാണ് മഹാദേവൻ. ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദേഷ്ടി ജഗതോ ദൈവതം മഹത്. ആത്മാരാമം, അദ്ദേഹം ഉള്ളിൽ തന്നെ സന്തുഷ്ടി പുലർത്തുന്നവനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ അദ്ദേഹം ധ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും രാമമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആത്മാരാമനാണ്. ഉള്ളിൽ തന്നെ അദ്ദേഹം ശാന്തി അനുഭവിക്കുന്നു, ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതിക ലോകത്തിൽ നിന്നൊന്നും നേടാനില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവനെ എങ്ങനെയാണ് കഥം ദേഷ്ടി ജഗതോ ദൈവതം മഹത്, അദ്ദേഹത്തിനെ എങ്ങനെയാണ് ദക്ഷൻ വെറുത്തത്? മഹാദേവനോട് എങ്ങനെയാണ് ദക്ഷന് വെറുപ്പുണ്ടായത്? അതിന് യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്നാണ് വിതുരൻ പറയുന്നത്. ജഗതോ ദൈവതം മഹത്, ഈ ജഗത്തിലുള്ള മുഴുവൻ ദേവന്മാരുടെയും നേതാവാണ് മഹാദേവൻ. ദേവന്മാരിൽ ശ്രേഷ്ഠനാണ് മഹാദേവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മഹാദേവൻ എന്ന് പറയുന്നത്. ദേവന്മാരിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യക്തിത്വമാണ് മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവനോട് എങ്ങനെയാണ് ദക്ഷന്
ദേഷ്യമുണ്ടായത്, വെറുപ്പുണ്ടായത്. കസ്തം ദേഷ്ടി, എങ്ങനെയാണ് വെറുപ്പുണ്ടായത് എന്നാണ് ഇവിടെ വിതുരൻ ചോദിക്കുന്നത്. അപ്പൊ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ മഹാദേവന്റെ മറ്റു ചില ഗുണങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. മഹാദേവൻ ഭൂതനാഥൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഭൂതനാഥൻ, ഭൂതം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഉയർച്ചയില്ലാത്ത ജീവജാലങ്ങളെയാണ് ഭൂതം എന്ന് പറയുന്നത്. ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറയും. പാപങ്ങൾ ചെയ്തത് കൊണ്ട് ഭൗതിക ശരീരം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ദുരാത്മാക്കളെയാണ് ഭൂതപ്രേതങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഒരിക്കലും ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള അവസരമില്ല. വർണ്ണാശ്രമ വ്യവസ്ഥയിലോ മറ്റ് സംസ്കാര പ്രക്രിയകളിലോ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ജീവിവർഗങ്ങളാണ് ഭൂതപ്രേതങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് അഭയം കൊടുക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ. ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയാണ് മഹാദേവൻ. ഭൂതപ്രേതങ്ങൾക്ക് പോലും കാരുണ്യം കൊടുക്കുന്ന, അഭയം കൊടുക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ. മാത്രമല്ല മഹാദേവൻ ഭൂതപ്രേതങ്ങളുടെ മാത്രമല്ല വൈഷ്ണവരുടെയും ഗുരുവാണ് എന്ന് ശീലപ്രഭാതർ എടുത്തു പറയുന്നു. അദ്ദേഹത്തിന് ഒരു വൈഷ്ണവ സമ്പ്രദായവും ഉണ്ട്. ഭഗവാനെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന 4 സമ്പ്രദായങ്ങളിൽ ഒരു സമ്പ്രദായം രുദ്രന്റെ സമ്പ്രദായമാണ്. ആ സമ്പ്രദായം രുദ്ര സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. രുദ്ര സമ്പ്രദായത്തിന്റെയും പതിയായിട്ടിരിക്കുന്നത് മഹാദേവനാണ് എന്ന് പറയും. പിന്നീട് ദക്ഷനാണെങ്കിലും സാധാരണ വ്യക്തിയല്ല. ദക്ഷൻ പ്രജാപതിയാണ്. ഈ ലോകത്തിൽ മുഴുവൻ സജ്ജനങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, ബ്രഹ്മാവിനാൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ആ ദക്ഷൻ. ഇങ്ങനെയുള്ള 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കസ്തം ദ്വേഷ്ടി, അവർ തമ്മിൽ എങ്ങനെയാണ് വിദ്വേഷമുണ്ടായത് എന്നാണ് വിതുരൻ ചോദിക്കുന്നത്. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ ജാമാദു ശുശുരസ്യ ച വിദ്വേഷസ്തു യദ പ്രാണം തത്യജേതുസ്ത്യജാൻ സതി. സതിയെ കുറിച്ച്, സതിയുടെ അവസ്ഥയാണ് വിതുരൻ ചോദിക്കുന്നത്. സതിയാണെങ്കിൽ ഏറ്റവും മഹോന്നതമായിട്ടുള്ള വ്യക്തിത്വമാണ്. പതിവ്രത എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും സതിയെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള സതി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ സ്വന്തം ശരീരം വെടിഞ്ഞത്? ശരീരം വെടിയുക എന്ന് പറയുന്നത് ആർക്കും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ദുസ്ത്യജാൻ എന്നാണ് ഇവിടെ പറയുന്നത്. വിദ്വേഷസ്തു യഥപ്രാണാൻ തത്യജേ ദുസ്ത്യജാൻ സതി. ആർക്കും ശരീരം വെടിയാൻ സാധിക്കുകയില്ല. പ്രാണൻ വെടിയുക, ജീവൻ വെടിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സാധാരണഗതിയിൽ സാധ്യമല്ല. എന്നിട്ടും എങ്ങനെയാണ് സതി, ഉന്നത ഗുണങ്ങളുള്ള സതി, പതിവ്രതയായിട്ടുള്ള സതി എങ്ങനെയാണ് ശരീരം വെടിഞ്ഞിട്ടുള്ളത്? അതിന്റെ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നാണ് വിതുരൻ ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ട് മൈത്രേയൻ പറയാൻ ആരംഭിച്ചു. മൈത്രേയ ഉവാച, 4ാമത്തെ ശ്ലോകത്തില്, പുരാ വിശ്വാസൃജാൻ സത്രേ സമേതാ പരമർശയ തഥാമരഗണാ സർവേ സാനുഗാമുനയോ നയഃ. പണ്ട് മുൻകാലത്ത് നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് മൈത്രേയ മഹർഷി പറയുന്നത്. പുരാ, പണ്ട് കാലത്ത്. ഏത് കാലത്താണെന്ന് ശീലപ്രഭാതർ പറയുന്നുണ്ട്. സ്വയംഭുവ മനുവിന്റെ ഭരണകാലത്ത്. സ്വയംഭുവ മനുവിന്റെ കാലത്ത് പണ്ട് എന്ത് സംഭവിച്ചു? സത്രേ സമേതാ പരമർശയ തഥാമരഗണ സർവേ സാനുഗ മുനയോ നയാം. ഒരു സത്രം, ഒരു വലിയ യജ്ഞം, ഒരു വലിയ യാഗം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ എല്ലാ മുനിമാരും ഋഷിമാരും അതേപോലെ ദേവന്മാരും സമ്മേളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉയർന്ന മഹർഷിമാർ, ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള മഹർഷിമാർ, മരീചി, അത്രി, അങ്കിരസ്, വസിഷ്ഠൻ, ഭൃഗു തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ, അതേപോലെ ദേവന്മാർ, അഗ്നിദേവൻ, വരുണദേവൻ, ഇന്ദ്രൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ. ബ്രഹ്മാവായിരുന്നു ആ യജ്ഞത്തിന്റെ അധ്യക്ഷൻ. അങ്ങനെയുള്ള ഒരു യജ്ഞം സ്വയംഭുവ മനുവിന്റെ കാലത്ത് നടന്നിരുന്നു എന്ന് പറയുന്നു. തത്ര പ്രവിഷ്ടാ ഋഷയോ ദൃഷ്ട്വാർക്കാം ഇവരോചിഷ ഭ്രാജമാനം വിതിമിരം കുർവന്തം തന്മഹത്സദാ. ആ യജ്ഞവേദിയിലേക്ക്
ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷനും പ്രധാനമായിട്ട് ഈ യജ്ഞം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ ദക്ഷ പ്രജാപതി ഇങ്ങനെയുള്ള ദേവന്മാരുടെയും മഹർഷിമാരുടെയും യജ്ഞ സദസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിരുന്നു. ദക്ഷന്റെ ശരീരം സൂര്യ തേജസ്സിന് സമാനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭ്രാജമാനം വിതിമിരം. ആ തേജസ് കൊണ്ട് അവിടെ ഇരിക്കുന്ന സദസ്യരുടെ എല്ലാം കണ്ണഞ്ചിപ്പോയി എന്ന് പറയും. അവരെല്ലാം നിഷ്പ്രഭരായി പോയി എന്ന് പറയും. കാരണം ബ്രഹ്മാവിന്റെ പുത്രനാണ്. അത്രയ്ക്കും തപസ്യായിട്ടുള്ള ഉന്നത വ്യക്തിത്വമാണ് ദക്ഷൻ. ആ ദക്ഷൻ കടന്നു വന്ന സമയത്ത് എല്ലാവരും അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോയി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ ദേവന്മാരും മഹർഷിമാരും ആ ദക്ഷന്റെ തേജസ് കണ്ട് എഴുന്നേറ്റ് നിന്നു. സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നു. ഉദതിഷ്ഠൻ സദസ്യാസ്തേ സ്വദിഷ്ണേഭ്യ സഹാനയഃ ഋതേ വിരിഞ്ചം സർവം ച തദ്ഭാസാക്ഷിപ്തചേതസ. യജ്ഞൻ ദക്ഷന്റെ തേജസ്സിനാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ദേവന്മാരും മഹർഷിമാരും എല്ലാം എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നു. ഉദതിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു എന്നാണ് അർത്ഥം. പക്ഷെ രണ്ടുപേർ മാത്രം എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഋതേ വിരിഞ്ചം ശർവം ച. വിരിഞ്ചനും ശർവനും ഒഴികെ. ഹൃദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴികെ എന്നാണ്. അവരൊഴികെ ബാക്കി രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഹൃദയ വിരിഞ്ചം ശർവം ച. വിരിഞ്ചൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ദക്ഷൻ വരുന്ന സമയത്ത് ബ്രഹ്മാവിന് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രഹ്മാവിന്റെ പുത്രനാണ് ദക്ഷൻ. പുത്രൻ വരുന്ന സമയത്ത് പിതാവ് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. പിതാവ് വരുന്ന സമയത്ത് പുത്രനാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബ്രഹ്മാവ് എഴുന്നേറ്റ് നിന്നില്ല. ബ്രഹ്മാവിന്റെ നേതൃത്വത്തിലാണ്, ബ്രഹ്മാവിന്റെ അധ്യക്ഷതയിലാണ് ഈ യജ്ഞം നടക്കുന്നത്. ദക്ഷൻ വന്നത് ബ്രഹ്മാവ് കണ്ടിട്ടുമുണ്ട്. ഇനി എഴുന്നേറ്റ് നിൽക്കാത്ത രണ്ടാമത്തെ വ്യക്തി മഹാദേവനാണ്, ശിവൻ. എന്തുകൊണ്ട് മഹാദേവൻ എഴുന്നേറ്റ് നിന്നില്ല? മഹാദേവൻ യഥാർത്ഥത്തിൽ ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയായി. അദ്ദേഹം പൂർണ്ണമായിട്ടും സമാധി അവസ്ഥയിലായിരുന്നു. എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയാണ് മഹാദേവൻ ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ ധ്യാനിച്ചിരുന്നത് കൊണ്ട് ദക്ഷ പ്രജാപതി വന്നത് മഹാദേവൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും ദക്ഷൻ വന്ന സമയത്ത് മഹാദേവൻ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം യഥാർത്ഥത്തിൽ ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന വ്യക്തിത്വമാണ് മഹാദേവൻ. പക്ഷെ ഇത് ദക്ഷ പ്രജാപതിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ പ്രതികരണം, ദക്ഷൻ എങ്ങനെയാണ് മഹാദേവനോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യമെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പം നമുക്ക് നാമം ജപിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, തുളസി മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ